12 നാളുകളുടെ ഈ ശാക്തിക ബലാബലത്തിന്റെ ഒരു ടേക്ക് അവേ എന്താണ് എന്നുള്ളതാണ് താങ്കളുടെ ഒരു ചിന്ത അബ്ദുള്ള ബാസിൽ? തീർച്ചയായും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ഈ ഡിസ്കഷൻ്റെ ഒരു ടൈറ്റിൽ പോലെ തന്നെ ശാശ്വത സമാധാനമായോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എപ്പോഴാണ് ഈ ഒരു സമാധാനമാവുക? അതാവുന്നത് തീർച്ചയായും നമ്മൾ പൂർണ്ണമായിട്ടും ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു ഫ്രണ്ട്ലി മാച്ചുകളോ അല്ലെങ്കിൽ മാച്ച് ഫിക്സിങ്ങോ അതിലേക്ക് എത്തുമ്പോഴല്ല, മറിച്ച് ശാശ്വത സമാധാനമാവുക ഗസയിൽ നടക്കുന്ന വംശഹത്യ അവസാനിക്കുമ്പോൾ മാത്രമാണ്. 60,000-ലധികം ആളുകൾ മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട, അതേപോലെ തന്നെ ഇന്ന് മാത്രം ഇപ്പൊ നമ്മളിതൊക്കെ ശാശ്വത സമാധാനത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് മാത്രം 29 ആളുകൾ അവിടെ മരണപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ തൊട്ടുമുമ്പ് വന്നിട്ടുള്ള ഹാർവാർഡിന്റെ സ്റ്റഡി പറഞ്ഞിട്ടുള്ളത് 3.7 ലക്ഷം ആളുകൾ മിസ്സിംഗ് ആണെന്നാണ്. എന്നാൽ അത്രയും കാഷ്വാലിറ്റി എണ്ണത്തിൽ വരാത്തത് അത്രയും കൂടുതലാണെന്നാണ്. അപ്പൊ ഗസയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള വംശഹത്യ നിർത്താതെ ശാശ്വത സമാധാനം എന്ന് പറഞ്ഞ സംഭവത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ ഒരു പരിഹാസ്യമാണെന്നുള്ളതാണ് ഒരു കാര്യം. എന്നാൽ ശാശ്വത സമാധാനത്തിലേക്കുള്ള വഴികളായോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ അതിലേക്കുള്ള ഒരുപാട് സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതാണ് ഇവിടെ ഒരു 1.5 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകപക്ഷീയമായ ഒരു വംശഹത്യ ആയിരുന്നെങ്കിൽ, ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ വംശഹത്യക്ക് പകരം ഇവിടെ ശക്തിയുള്ള രാജ്യങ്ങളുമായി ഏറ്റുമുട്ടിയപ്പോൾ നേരത്തെ നടക്കുന്നത് പോലെയല്ല സംഭവങ്ങൾ എന്നുള്ള ഒരു റിയാലിറ്റിയിലേക്ക് അമേരിക്കയും ഇസ്രായേലും പോലും എത്തി എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ട്രംപിന്റെ ട്വീറ്റുകൾ പോലും പറയുന്ന, അല്ലെങ്കിൽ ട്രംപിന്റെ ആ ഒരു തെറിവിളി അടക്കം പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി ആയിക്കൊണ്ട് പാശ്ചാത്യ ശക്തികൾക്കും അമേരിക്കക്കും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇസ്രായേലിനെ കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് വേണമെങ്കിൽ പറയാം ട്രംപ് ഓട്ടോറിക്ഷ പോലെയാണ്, അങ്ങോട്ടേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ഇങ്ങോട്ട് പോകുന്ന ആളാണെന്നൊക്കെ പറയാം. പക്ഷേ അമേരിക്കയുടെ ഒരു പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ അല്ലായിരുന്നു. പക്ഷേ അത്തരം ഒരു അവസ്ഥയിലേക്ക് പോലും AIPAC-നെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു. അങ്ങനെ അവിടെയുള്ള രാഷ്ട്രീയക്കാരെ മുഴുവൻ വിലക്കെടുത്തിട്ട് പോലും, അങ്ങനെ സയനിസ്റ്റ് ലോബി അമേരിക്കയെ പാടെ വിഴുങ്ങിയിട്ട് പോലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരം കോൺഫ്ലിക്റ്റുകളുടെ തുടർച്ചയായിക്കൊണ്ട് അത് ഒരു സമാധാനത്തിലേക്കുള്ള വഴിയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഏകപക്ഷീയമായിട്ട് ഇപ്പോൾ ഇറാനെ ആക്രമിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇറാഖിനെ കുറിച്ചും ലിബിയയെ കുറിച്ചും അഫ്ഗാനിസ്ഥാനെ കുറിച്ചുമാണ്. അന്നൊക്കെ ഒരു വളരെ യൂണിപോളാറായ ഒരു ലോകക്രമത്തിൽ അമേരിക്കയും അതേപോലെ തന്നെ സയനിസ്റ്റ് ലോബിയും എന്ത് വിചാരിച്ചോ അതുപോലെ നടന്നിരുന്ന, അത് അവർക്ക് ആരെ വേണമെങ്കിലും കൊല്ലാമായിരുന്ന, എത്ര ആളുകളെ വേണമെങ്കിലും കൊല്ലാമായിരുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അതിന് ചില മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേക്ക് അവേ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഈവൻ നമ്മുടെ രാജ്യമടക്കം ഭാഗമായിട്ടുള്ള ബ്രിക്സ് എന്ന് പറയുന്ന സംവിധാനങ്ങൾ അടക്കം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ഒരു 20 വർഷത്തിന് മുമ്പ് നമുക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റുമായിരുന്നില്ല ഈ ഇസ്രായേലോ അമേരിക്കയോ ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റെജീം ചേഞ്ച് വേണം എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായി പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു പ്രഖ്യാപിത ലക്ഷ്യവുമായി ഇസ്രായേൽ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അമേരിക്ക ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് നടത്തിയേ അവർ തിരിച്ചു വരുമായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ കാണുന്നത്. അതിനൊക്കെ മാറ്റം സംഭവിച്ചുകൊണ്ട് ഇപ്പോ പ്രഖ്യാപിത ലക്ഷ്യം പോലും നേടിയെടുക്കാതെ, അതേപോലെ തന്നെ ആണവ നിലയങ്ങൾ അത് നശിപ്പിച്ചോ എന്ന് ഉറപ്പിക്കാൻ പോലും ആവാതെ തിരിച്ചു വരേണ്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു മൾട്ടി പോളാർ വേൾഡിലേക്ക്, ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി അടക്കം ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു മൾട്ടി പോളാർ ലോകക്രമം വേണമെന്നുള്ളത്. അത്തരം ഒരു മൾട്ടി പോളാർ ലോകക്രമത്തിലാണ് നീതിയും ന്യായവും കുറച്ചെങ്കിലും സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്. അതിലേക്കുള്ള ഒരു വഴി തെളിക്കുന്നു. കാരണം ഇവിടെയുള്ള നോമേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ UN ആകട്ടെ, അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഒരു വെറും സ്പെക്ടേറ്റേഴ്സ് ആയിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു പാസീവായിട്ട് അതിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് ഒരു വംശഹത്യ നടന്നിട്ട് അതിന് നമുക്ക് തടയിടാൻ സാധിക്കാത്തൊരവസ്ഥയിൽ നിന്നും ലോകം പതിയെ മാറുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതാണ് ഈ ഒരു ഇപ്പോൾ സീസ് ഫയറിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിന്റെ ഒരു ടേക്ക് അവേ ആയിട്ട് അതാണ് എനിക്ക് പറയാൻ കഴിയും. ശരി, ഷീത് പണിക്കർ, ഇവിടെ സൈനികമല്ലാത്ത മറ്റു ചില താല്പര്യങ്ങൾ കൂടി, മറ്റൊരു ലക്ഷ്യങ്ങൾ കൂടി സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, ഈ പറയുന്ന ബന്ദിമോചനം സാധ്യമാക്കാൻ കഴിയാത്ത ഭരണകൂടത്തിനെതിരെ, അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അഴിമതി കേസുകളിൽ ആ നാട്ടിൽ ആ സർക്കാരിനെതിരെ ഉയരുന്ന വലിയ പ്രതിഷേധങ്ങളെ, പ്രക്ഷോഭങ്ങളെ ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ ഈ ആക്രമണത്തിൽ കൂടെയും സാധ്യമാക്കുന്നു. കാര്യം അവരുടെ ആണവശേഷി, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇറാന്റെ ആണവശേഷി നശിപ്പിച്ചു നമ്മൾ എന്ന് പറയാൻ ബെഞ്ചമിൻ നെതന്യാഹു കഴിയുന്നു. ഇനി ഇറാനിലേക്ക് വന്നാലോ, അവിടെ ഈ പറയുന്ന ഖാംനി ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നൊരു സമയമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ ആ റെജീം ചേഞ്ച് സംഭവിച്ചേക്കുമോ എന്ന ഒരു സമയമാണ്. അതിനിടയ്ക്ക് ആക്രമണം ഉണ്ടാവുന്നു, എല്ലാവരും ഒന്നിക്കുന്നു, വീണ്ടും ഖാമനയെ അവിടെ ശക്തമാകുന്നു. ഇനി അമേരിക്കയിലേക്ക് വന്നാലോ, അവരുടെ
എന്താണ് ലോക സമാധാനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മിശിഹ ഞാൻ ട്രംപ് എന്ന അവരുടെ ആ ഭരണ താല്പര്യം അല്ലെങ്കിൽ ആ രാഷ്ട്രീയ താല്പര്യം അവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നു. അങ്ങനെ സൈനികമല്ലാത്ത മറ്റു ചില താല്പര്യങ്ങൾ കൂടി ഇതിൽ യാഥാർത്ഥ്യമാകുന്നുണ്ട്. ശ്രീത് പണിക്കർ, ഹാഷ്മി, എല്ലാ കാലത്തും ഏതെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ്, പ്രത്യേകിച്ച് ഒരു ആംഡ് കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്ന സമയത്ത് സമാനമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ജിയോ പൊളിറ്റിക്കൽ റീസൺസ് ഒക്കെ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. സമാനമായിട്ടുള്ള ആരോപണങ്ങളായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് പ്രൂവ് ചെയ്തിരിക്കുന്ന പല കേസുകളും ഇതേപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെ സ്റ്റെബിലിറ്റിയോ ഏതെങ്കിലും ഒരു റെജൈം ചേഞ്ചിനോ ഒക്കെ പോകുന്നതിനപ്പുറത്തേക്ക് മൊത്തത്തിൽ ഈ ഒരു മേഖലയിലെ സമാധാനം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പം വെറുതെ അല്ലല്ലോ ഈ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി എന്ന് പറയുന്ന ഒരു സംഭവം വെറുതെ അല്ല ഉണ്ടായിരിക്കുന്നത്. അത് ഉണ്ടാകുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. അത് യുഎന്നിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ പോലും അതിനൊരു ഓട്ടോണമസ് പവർ ഉണ്ടാകുന്നതിനുള്ള ഒരു കാരണമുണ്ട്, അതിനൊരു സ്ട്രക്ചർ ഉണ്ടാകുന്നതിനുള്ള കാരണമുണ്ട്. ഇതെല്ലാം തന്നെ ഉദ്ദേശിക്കുന്നത് വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ഒരു ലോകത്തിനെ മുഴുവൻ നശിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു കാര്യത്തിനെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കുക എന്നതിൻ്റെ പേരിലാണ്. ഇപ്പം നമുക്കറിയാം ബന്ദി ക്രൈസിസിനെ പറ്റി നമുക്കറിയാം, അതേപോലെ തന്നെ ഹമാസ് പിന്നെ ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നത്തിനെ പറ്റി നമുക്കറിയാം, ലോകത്ത് നടക്കുന്ന പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളെ പറ്റി അറിയാം. പക്ഷെ അതിനൊക്കെ കൂടുതലായിട്ടുള്ള പ്രാധാന്യം ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു ക്രൈസിസിന് ഉണ്ടാകുന്നതിൻ്റെ കാരണം തന്നെ ഇതിലുള്ള ന്യൂക്ലിയർ എലമെന്റ് കൊണ്ടാണ്. റഷ്യയും യുക്രൈനും തമ്മിൽ നടക്കുന്ന സമയത്ത് അത് ഉണ്ടാകുന്നില്ല. റഷ്യ അങ്ങനെയുള്ള ഒരു പവറാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇസ്രായേലും പാലസ്തീനിൽ പിന്നെ ഹമാസുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു തർക്കം അവിടെ വരുന്നില്ല. ഇസ്രായേൽ അങ്ങനെയുള്ള ഒരു പവറാണെന്ന് അറിയാം. ഏകപക്ഷീയമായിട്ട് അവിടെ അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി റഷ്യയുടെ ഭാഗത്താണെങ്കിലും ഇസ്രായേലിന്റെ ഭാഗത്താണെങ്കിലും ഉണ്ട് എന്നുള്ളത് ദീർഘകാലമായിട്ടുള്ളവരുടെ ഒരു ട്രാക്ക് റെക്കോർഡാണ്. പക്ഷേ ഇവിടെ ഇറാന്റെ കാര്യത്തിൽ അതിലൊരു വ്യത്യസ്തത ഉണ്ടാകുന്നതിന്റെ കാരണം തന്നെ ഒരു കാലത്തും ഒരു സോവറിൻ സ്റ്റേറ്റ് ആയിട്ട് ഇസ്രായേലിനെ ഇറാൻ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. 1979 ഇസ്ലാമിക് റവല്യൂഷന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന നല്ല ബന്ധങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കിക്കൊണ്ട് ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ, ഇസ്രായേൽ എന്ന് പറയുന്നതും അമേരിക്ക എന്ന് പറയുന്നതും സാറ്റാനിക് സ്റ്റേറ്റുകളാണ്. ഇത് രണ്ടും, പ്രത്യേകിച്ച് ഇസ്രായേൽ ഭൂലോകത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഔദ്യോഗിക പൊസിഷൻ എടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ് ഇവർ. തന്നെയുമല്ല, ഇവരുടെ പല ഘട്ടങ്ങളിലായിട്ടുണ്ടായിരുന്ന ഈ യുറേനിയം എൻറിച്ച്മെന്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ തന്നെ IAEA ഒരു പാർട്ടിസാൻ ആറ്റിറ്റ്യൂഡിനെ പറ്റി പറയുമ്പോഴും എനിക്കതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, ഇറാഖിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സമാനമായിട്ടുള്ള ഒരു ആരോപണത്തിന്റെ പുറത്ത് അന്ന് അമേരിക്ക ഇറാഖിനെ ഒരു അധിനിവേശത്തിന് വേണ്ടിയിട്ടൊക്കെ പോകുന്ന സമയമാണ്, ന്യൂട്രലൈസ് ചെയ്യാൻ. ആ സമയത്ത് അതിനെ റെസിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ബോഡി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയാണ്. കാരണം അവർക്ക് ഡയറക്റ്റ് സൈറ്റ് ഇൻസ്പെക്ഷൻ കൂടാതെ റിമോട്ട് ആയിട്ടുള്ള സെൻസിങ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യമെന്ന് അന്ന് പരസ്യമായിട്ട് ഇവർ പറഞ്ഞിരുന്നതാണ്. അതേപോലെ തന്നെ പണ്ടും ഇറാൻ, ഇപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇറാന്റെ കാര്യങ്ങളെ വെച്ചിട്ട് ഇസ്രായേൽ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യുകയാണോ, നെതന്യാഹുവിന്റെ ഒരു പവർ സ്ട്രഗിൾ അവിടെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു 20-25 വർഷം മുമ്പ് മുതലെങ്കിലും ഇറാനുമായിട്ടുള്ള ഈ ഒരു പ്രശ്നമുണ്ട്. അത് ഇസ്രായേൽ പല സ്ഥലങ്ങളിലായിട്ട് ഉയർത്തുന്നുണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് IAEA പരിഗണനയിൽ വരുന്നുണ്ട്. മുമ്പ് ഈ രീതിയിലത്തേക്കുള്ള ഒരു എൻറിച്ച്മെന്റ് കേപ്പബിലിറ്റി ഇറാൻ അച്ചീവ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് ഉണ്ടായിരുന്ന സമയത്ത് അമേരിക്കയുടെ പ്രഷറിനെ പോലും അവർ റെസിസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ അവർക്ക് ഈ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ ഒരു ഫാക്ച്വൽ പ്രശ്നമുണ്ട്. ഈ പെർമനന്റ് മെമ്പേഴ്സ് ഇല്ല, IAEA പെർമനന്റ് മെമ്പേഴ്സ് ഇല്ല. ഡിസൈനിൽ അതിന്റെ ഫൗണ്ടിങ്ങിൽ തന്നെ അമേരിക്കൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അമേരിക്കയുടെ ഫണ്ടിങ് ഇപ്പോഴും പോകുന്നുണ്ട്, 25-30% ഉണ്ട്. അവരുടെ പോളിസിക്ക് അനുസരിച്ചിട്ടാണ് അതിന്റെ പല കാര്യങ്ങളും പോകുന്നത്. അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. പക്ഷേ എങ്കിൽ പോലും അതിൽ മറ്റുള്ള മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. റഷ്യയെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ചൈനയുണ്ട്. 13 പേര് സ്ഥിരമായിട്ട് അങ്ങനെ വരുന്ന മെമ്പേഴ്സാണ്. ഈ സ്ഥിരമെന്ന് പറയുമ്പോഴും അതിൽ ചില രാജ്യങ്ങളൊക്കെ തന്നെ സ്ഥിരമായിട്ട് വരുന്നു എന്നതിനപ്പുറത്തേക്ക് പെർമനന്റ് സീറ്റ് അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം ഇതേപോലെ തന്നെ ആണവോർജ്ജത്തിനെ ചൊല്ലി മുമ്പ് ഒരു 25 വർഷം മുമ്പ് ഉണ്ടാകുന്ന സമയത്ത് ഈ രണ്ടാൾക്കാരുടെയും റിക്വസ്റ്റുകൾ അവിടെ റിജക്ട് ചെയ്തതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഓർമ്മയുണ്ട്, ഇസ്രായേലിന്റെ ഭാഗത്ത് അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള അവരുടെ ഇത്തരം ഫെസിലിറ്റികൾ ഉണ്ട്, ന്യൂക്ലിയർ ഫെസിലിറ്റി അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് ഇതിനെ ടേബിൾ ചെയ്യണം എന്നൊരു ആവശ്യമുണ്ടായിരുന്നു അറബ് കൺട്രീസിന്റെ ഭാഗത്തു നിന്ന്. അങ്ങനെ അറബ് കൺട്രീസിന്റെ ഭാഗത്തു നിന്ന് നിരന്തരം പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് അമേരിക്കയുടെ താല്പര്യം അത് കൊണ്ടുവരണ്ട എന്നായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ആ 2 വർഷ കാലയളവിൽ ഇതിന്റെ ചർച്ചയുമായി വരുന്ന ഓരോ ബോർഡ് മീറ്റിംഗിലും ഈ ഇസ്രായേലിന്റെ വിഷയം അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയൊക്കെ തന്നെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ബോഡിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ കാണുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം, വലിയ രീതിയിലത്തേക്ക് ഇതിന്റെ സമ്പുഷ്ടീകരണം നടത്തുകയും നിങ്ങളുടെ ഒരു സ്റ്റേറ്റഡ് പോളിസി എന്ന് പറയുന്നത് ഒരു രാജ്യം
ഈ ഭൂമുഖത്ത് ഉണ്ടാകാതെ ഇരിക്കുക എന്നുള്ളതാണ് എങ്കിലും നിങ്ങൾ അതിനെ ഒരു സോവറിൻ സ്റ്റേറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ തയ്യാറല്ല എങ്കിലും നിങ്ങൾ അവർക്കെതിരെ പ്രോക്സി വാർ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് നടത്തുക, ആയുധങ്ങൾ കൊടുക്കുക, മറ്റുള്ള സഹായങ്ങൾ, ട്രെയിനിങ്, ഈ കാര്യങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ പറയുന്ന എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഏജൻസിക്ക് വേണമെങ്കിൽ വാലിഡേറ്റ് ചെയ്യാം. കാരണം ഫോറിൻ പോളിസി അപ്പോൾ പ്രധാനമാണ്. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രണ്ട് രാജ്യങ്ങളും ന്യൂക്ക് രാജ്യങ്ങളാണ്. ആദ്യം അച്ചീവ് ചെയ്തിരിക്കുന്നത് നമ്മളാണ്. പക്ഷേ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? 1970-കളിൽ ഇത് അച്ചീവ് ചെയ്തിട്ടും നമ്മൾ ഇന്നേ വരെ ഈ ന്യൂക്ലിയർ ത്രെട്ട് റേസ് ചെയ്തിട്ടില്ല. നമ്മൾ ഒരിക്കലും ഫസ്റ്റ് യൂസ് നമ്മുടേതായിരിക്കും എന്ന് നമ്മൾ പറയുന്നില്ല. പാകിസ്ഥാനും സമാനമായിട്ടുള്ള പോളിസി ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു രാജ്യവും റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഉപയോഗിക്കുന്ന രാജ്യവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്കും എനിക്ക് തോന്നുന്ന ഒരുപക്ഷെ ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന ഏകദേശം ആ സെയിം പീരീഡിലൊക്കെ തന്നെ അവർ ഈ കപ്പാസിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്തതാണ്. അത് അവർ സീക്രട്ടീവായിട്ട് തന്നെ നമ്മൾ ചെയ്തത് എങ്ങനെയാണോ അതേപോലെ തന്നെ ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ അവർക്ക് ഇത്രയും വലിയ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് പലപ്പോഴും ഉണ്ടായിട്ടും, യമനിലാണെങ്കിലും സിറിയയിലാണെങ്കിലും ഈ പാലസ്തീനിൽ നിന്നാണെങ്കിലും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരത് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു സോവറിൻ സ്റ്റേറ്റും അതല്ലാതെ ഞങ്ങൾ ഇങ്ങനെ ഒരു രാജ്യം ഇവിടെ ഉണ്ടാകരുത് എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു രാജ്യവും തമ്മിൽ ഇത് ഉണ്ടാക്കുമ്പോൾ ഈ പ്ലാനിൽ ഒരു കാര്യമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഞാൻ പറയാം. ഇറാൻ ഇസ്രായേലിനെ ഒഫീഷ്യലായിട്ട് അംഗീകരിക്കുന്നില്ല ഒരു സോവറിൻ സ്റ്റേറ്റ് ആയിട്ട്. പക്ഷെ തിരിച്ച് ഇസ്രായേൽ അങ്ങനെ അല്ല ചെയ്യുന്നത്. ഇസ്രായേൽ ഇറാനിനെ ഒരു സോവറിൻ സ്റ്റേറ്റ് ആയിട്ട്, ഒരു ഇൻഡിപെൻഡന്റ് സ്വതന്ത്ര പക്ഷേ ഞാൻ പറയുന്നത്, പക്ഷേ ഇന്ത്യയും പാകിസ്ഥാൻ നമ്മുടെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ട് എന്ന് സമ്മതിച്ച രാഷ്ട്രങ്ങളാണ്. നമ്മൾ രഹസ്യമായി വെക്കുന്നില്ല. പക്ഷേ ഇസ്രായേൽ അങ്ങനെയല്ല. ഇസ്രായേൽ ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം. അബ്ദുള്ള ബാസിൽ, ഇവിടെ അതിനൊക്കെ അപ്പുറം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇറാന്റെ ഭാഗത്ത് പലസ്തീൻ പോലൊരു രാഷ്ട്രമാണെങ്കിൽ ഇത് സംഭവിക്കില്ല. ഒരു ട്രംപ് ഇടപെടില്ല. ഒരു ട്രംപിന്റെയും രോഷം ഉണ്ടാവില്ല. അതിന് കാരണം എന്താണ്? ഇപ്പോൾ ഡിറ്ററൻസ് എന്നൊരു വാക്കിനോട് എനിക്ക് വിയോജിപ്പായിരുന്നു. ഈ പറയുന്ന ആയുധങ്ങൾ കുന്നുകൂട്ടി വെക്കുന്ന യഥാർത്ഥത്തിൽ അശാന്തിക്ക് പകരം മേഖലയിൽ ശാന്തി ഉണ്ടാകും എന്ന വാദത്തോട് ഞാൻ വിയോജിക്കലായിരുന്നു. പക്ഷേ ഇവിടെ കണ്ടത്, ഗാസയിൽ കണ്ടതുപോലെ കണ്ണത്താ ദൂരത്തോളം കൊടുക്കുന്ന നാശങ്ങൾ ടെല്ലവീവിൽ കണ്ടു. ഗാസയിൽ കണ്ടതുപോലെ കുഞ്ഞുങ്ങളെ എടുത്ത് ഓടാൻ വിധിക്കപ്പെട്ട അച്ഛന്മാരെയും അമ്മമാരെയും നമ്മൾ ഇസ്രായേലിൽ കണ്ടു. ഗാസയിൽ കണ്ടതുപോലെ കിടപ്പാട നഷ്ടങ്ങൾ കണ്ടു. ടെല്ലവീവിൽ, ഹൈഫയിൽ, മൊസാദ് ആസ്ഥാനത്ത്, IDF കേന്ദ്രങ്ങളിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണ സ്ഥാപനത്തിൽ, മൈക്രോസോഫ്റ്റ് ആസ്ഥാനം, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ആശുപത്രി കെട്ടിടങ്ങൾ ഒക്കെ ഉണ്ടായ നാശം ഇസ്രായേലിന് അതിന് അധിനിവേശ ചരിത്രത്തിൽ ആദ്യമായാണ്. അതുകൊണ്ട് ഇനി നമ്മൾ 12 നാൾ കണ്ടതുപോലെ ഇറാന് നേരെ ആദ്യം ഒരാക്രമണത്തിന് ഇസ്രായേൽ മുതിരുമെന്നും വീണ്ടും ആ മേഖല സംഘർഷഭരിതമാകുമെന്നും കരുതാൻ കഴിയുമോ അബ്ദുള്ള ബാസിൽ? അത് ഡിറ്ററൻസ് ആണ്. ആ വാക്ക് ശരിയാണെന്ന് തെളിയുകയല്ലേ? യെസ്, തീർച്ചയായും. അവിടെയാണ് നമ്മൾ പറയുന്നത് കേവലമായിട്ടുള്ള, നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു, ഇവിടെ ഇറാന്റെ പല പ്രോക്സികളെ കുറിച്ച്. തീർച്ചയായും അതൊരിക്കലും ഒരു എഫക്റ്റീവ് സ്ട്രാറ്റജി അല്ല. അതിനോട് തീർച്ചയായും വിയോജിക്കുകയാണ്. ഒരു ഭാഗത്ത് ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹൂത്തികളൊക്കെ ആയിട്ട് അവർ ചെയ്ത ആ ഒരു പണി ഒരു നിലക്കും എഫക്റ്റീവ് അല്ല, അത് സമാധാനമല്ല ഉണ്ടാക്കുന്നത് എന്നുള്ളത് തെളിഞ്ഞ ഒരു കാര്യമാണ്. എന്നാൽ അതേ സമയത്ത് ഇവിടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് കുറച്ച് തോന്നി, ചില കാര്യങ്ങൾ തോന്നി. കാരണം എന്താ വെച്ചാൽ മേഖലയിലെ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചാണ് ശ്രീജിത്ത് പണിക്കർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിന് ഇസ്രായേലിന്റെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുമെന്നുള്ളതാണ്. എന്താണ് ഇസ്രായേലിന്റെ ട്രാക്ക് റെക്കോർഡ്? ഒരു ഇന്റർനാഷണൽ ലോയും അബൈഡ് ചെയ്യാത്ത ഒരു രാജ്യം, അതേപോലെ തന്നെ 32 UN റെസൊല്യൂഷനുകൾക്ക് പുല്ലുവില കൽപ്പിച്ച ഒരു രാജ്യം, അതുപോലെ തന്നെ 968 സീസ് ഫയർ അഗ്രിമെന്റുകൾ അതിന് വയലേഷൻ സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ വയലേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യം, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പോലും പലതരത്തിൽ നിങ്ങൾ ചെയ്യുന്നത് വംശഹത്യയോട് സമാധാനമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നടക്കം പറഞ്ഞിട്ടുള്ള, നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു തമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു രാജ്യത്തിന്റെ ട്രാക്ക് റെക്കോർഡിനെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയരുത് എന്നുള്ളതാണ് വളരെ ബഹുമാനത്തോടു കൂടി സൂചിപ്പിക്കാനുള്ളത്. പിന്നെ അവിടെ ഇറാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ എന്താ ചെയ്യുന്നത്? ഇസ്രായേൽ ഇറാൻ അംഗീകരിക്കുന്നതൊക്കെ പറയുന്നത്. ഏത് ഇറാനെയാണ് ഇസ്രായേൽ അംഗീകരിക്കുന്നത്? ഈ പറഞ്ഞ ഷിയാ റവല്യൂഷന് മുമ്പുള്ള ഇറാനെയാണ് എന്ത് ചെയ്തത്? ഇസ്രായേൽ അംഗീകരിക്കുന്നത്. ഈ സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇസ്രായേൽ കാർഡ്സ് പറഞ്ഞിട്ടുള്ളത്, അവിടുത്തെ വിദേശകാര്യ മന്ത്രി പറഞ്ഞിട്ടുള്ളത്, എ റെജീം ദാറ്റ് ഡിസേർവ് ടു ബി ഡിസ്ട്രോയ്ഡ് എന്നുള്ളതാണ്. ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുന്നത് പോലെ മറ്റൊന്ന് പറയണത് എ റെജീം ദാറ്റ് ഡിസേർവ് ടു ബി ഡിസ്ട്രോയ്ഡ്, ഡിസ്ട്രോയ് ചെയ്യപ്പെടേണ്ട റെജീം എന്നുള്ളതാണ്. അപ്പൊ അപ്പുറത്ത് റെജീം ചേഞ്ച് വേണമെന്നാണ് പറയുന്നത്, ഇപ്പുറത്ത് റെജീം ചേഞ്ച് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നക്കാരി തന്നെയാണ് എന്നുള്ളതിൽ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ IAEA കാര്യം പറഞ്ഞു. IAEA നമ്മൾ പറയുന്നത് NPT സൈൻ ചെയ്യുക പോലും ചെയ്യാത്ത ഇസ്രായേലാണ് എന്ത് ചെയ്യുന്നത്, ഇറാനെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. പിന്നെ IAEA സൈൻ ചെയ്തിട്ടില്ലേ, അല്ലെങ്കിൽ IAEA മെമ്പർ അല്ലെന്ന് ചോദിക്കുക. പക്ഷേ ഇസ്രായേൽ IAEAയുടെ കോംപ്രിഹെൻസീവ് സേഫ് ഗാർഡ് അഗ്രിമെന്റ് എന്ത് ചെയ്തിട്ടില്ല? സൈൻ ചെയ്തിട്ടില്ല. കോംപ്രിഹെൻസീവ്
അബ്ദുൽ NPT ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. സൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല, തീർച്ചയായും അതാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് അമേരിക്കയുടെ ഒരു ബയാസ് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ത്യ സൈൻ ചെയ്യാത്തത്. അപ്പോ നിങ്ങൾ പറയുന്നത് വെച്ചാൽ ഇവിടെ ഇറാന് മാത്രമായിക്കൊണ്ടൊരു പ്രശ്നം പറയുന്നത്, അവിടെയാണ് ഞാൻ പറയുന്നത്. താങ്കളുടെ വ്യാഖ്യാനമാണ്. അല്ലല്ല, ഒരു സെക്കൻഡ്, അത് താങ്കളുടെ വ്യാഖ്യാനമാണ്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്റ്റേറ്റഡ് പോളിസിയാണ് NPT സൈൻ ചെയ്യേണ്ടതെന്ന്. അതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പോ ഇവിടെ IAEA സൈനിങ്ങിനെ കുറിച്ച് പറഞ്ഞു. IAEA കോംപ്രിഹെൻസീവ് സേഫ് ഗാർഡ് അഗ്രിമെന്റ് എന്ത് ചെയ്തിട്ടില്ല, ഇസ്രായേൽ സൈൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഫുൾ സ്കോപ്പ് IAEA ഇൻസ്പെക്ഷൻസിനെ ഇസ്രായേൽ അംഗീകരിച്ചിട്ടുമില്ല. അപ്പൊ അവിടെയാണ് ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു പോളിസിയുടെ ഭാഗമായി, ഇന്ത്യയുടെ ഒരു സോവറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ പോളിസിയുടെയും ഭാഗമായിക്കൊണ്ട് NPT സൈൻ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഇസ്രായേലിന് അത് സൈൻ ചെയ്യാതിരിക്കാനുള്ള പിന്നെ അർഹതയുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാത്ത ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ മേൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി പോവുകയും അവിടേക്ക് പോയി ആക്രമിക്കുകയും ചെയ്യുന്നതിന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ പറയുന്നത്. NPT നിർബന്ധമായിട്ട് സൈൻ ചെയ്തിരിക്കണം, സൈൻ ചെയ്യാത്തത് മഹാ അപരാധമാണെന്ന് അല്ല പറയുന്നത്. അത്തരത്തിലുള്ള ഫൗണ്ടേഷനലി തെറ്റാണ് താങ്കൾ പറഞ്ഞത്. അല്ലല്ല, ഒരു സെക്കൻഡ്, NPT നിർബന്ധമായും സൈൻ ചെയ്യണം. അല്ലല്ല, ഒരു സെക്കൻഡ്, ഇറാൻ നിർബന്ധമായും NPT സൈൻ ചെയ്യണമെന്ന് ഇസ്രായേൽ പറഞ്ഞതല്ല. ഇറാൻ NPT സിഗ്നറ്ററി ആണ്, അല്ലാതെ ഇസ്രായേൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ പറഞ്ഞു ഇറാൻ അവരുടെ ആണവ പ്രോഗ്രാമിൽ NPTയിൽ സൈൻ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സുതാര്യത ഇന്ന് തിയററ്റിക്കലെങ്കിലും ഉണ്ട്. ഇസ്രായേൽ അതുമില്ല എന്ന വാദം പറയുന്നത്. അങ്ങനെയല്ല, NPT സൈൻ ശേഷം ഒരൊറ്റ തവണ പോലും അല്ലല്ല, നോക്കൂ, ഇത് കേൾക്കൂ. NPT സൈൻ ചെയ്യുകയും എന്നാൽ ആ സൈൻ ചെയ്തതിന് ശേഷം 2018 ശേഷം ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നത് എന്ത് നിലപാടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഗ്രോസി എന്ന് പറഞ്ഞ IAEA DG തന്നെ പറയുന്നു, ഞങ്ങളുടെ പക്കൽ ഇറാന്റെ ആണവായുധങ്ങളുടെ തെളിവില്ല എന്ന് ഗ്രോസി തന്നെ പറയുന്നു. അമേരിക്കൻ തുളസി ഗബ്ബാർഡ് പറയുന്നു, അവിടെ ആണവായുധങ്ങൾ ഉണ്ടായിട്ടില്ല, അവർ എന്നേ നിർത്തിയതാണെന്ന് പറയുന്നു. എന്ന് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അതിനെപ്പറ്റി ഐഡിയ ഉള്ളതുകൊണ്ടാണ്. ഇസ്രായേലിന്റെ ഈ പ്ലാനിനെ പറ്റിയോ പ്രോഗ്രാമിനെ പറ്റിയോ ആർക്കും ഒരു ഐഡിയ ഇല്ല. റഫാൽ ഗ്രോസിയുടെ കണക്കല്ലേ ഇറാന്റേത്? ഔദ്യോഗികമായിട്ടുള്ള കണക്കല്ലേ ഇറാന്റേത്? അല്ല, ഔദ്യോഗികമായി മുന്നിൽ വെച്ചിരിക്കുന്ന കണക്കല്ലേ ഇറാൻ? ഗ്രോസി പറയുന്നു. ഏത് ഗ്രോസി? IAEA DG ഗ്രോസി പറയുന്നു, ഈ പറയുന്ന ഇറാൻ ഈ പറയുന്ന രീതിയിൽ ആണവായുധം ഡെവലപ്പ് ചെയ്തു എന്ന് നമ്മൾക്ക് യാതൊരു തെളിവില്ലെന്ന് പറയുന്നു. തുളസി ഗബ്ബാർഡ് അത് തന്നെ പറയുന്നു. കഴിഞ്ഞ മെയ് മാസം 17-ാം തീയതിയുള്ള IAEA റിപ്പോർട്ടിലാണ് താങ്കൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന 9400 കിലോഗ്രാമിന്റെ കാര്യവും 60% കാര്യവും. അല്ലാതെ ആണവായുധം അല്ലത്, അത് ആണവായുധം ഡെവലപ്പ് ചെയ്തിട്ടില്ല. അല്ലല്ല, അവർ പറഞ്ഞെന്താ 60% എത്തിയിരിക്കുന്ന സാധനം വെപ്പൺ ഗ്രേഡ് 90% എത്താൻ ഏറ്റവും സാധ്യതയുള്ളത് 400 കിലോഗ്രാം. അങ്ങനെയാണ് റിപ്പോർട്ട്. അതെ, പക്ഷെ IAEA മക്കൾ ഇസ്രായേലിന് എന്തെങ്കിലും വിവരമുണ്ടോ? ഞാൻ പറഞ്ഞത് കൃത്യം കിലോ കണക്കിന് ഈ പറയുന്ന എന്താണ് യുറേനിയം ഹെക്സാഫ്ലൂറൈഡ് എത്രയാണ്, അവരുടെ മെറ്റൽ യുറേനിയം എത്രയാണ്, അവരുടെ പ്ലാന്റിലുള്ള യുറേനിയം മെറ്റൽ എത്രയാണ് എന്നൊക്കെ കൃത്യമായി IAEAക്ക് അറിയാമല്ലോ. ഇസ്രായേലിന് എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാവോ? അവർ സമ്മതിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും? ഇന്ത്യയുടേതുമില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സിഗ്നറ്ററി ആണെങ്കിൽ അതാണ് IAEA നോക്കുക. നിങ്ങൾ സിഗ്നറ്ററി ആണെങ്കിൽ അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, തുറന്നു കൊടുക്കണം എന്നുള്ള കണ്ടീഷന്റെ പുറത്താണ്. അല്ല ബാസിൽ ഇന്ത്യ അത് ചെയ്യുന്നില്ലല്ലോ. ബാസിൽ ഒരു കാര്യം വ്യക്തമാണ്. അതായത് ഒരു രാജ്യത്തിന്റെ യുറേനിയം സ്റ്റാറ്റസിനെ പറ്റി ലോകത്തിനറിയാം, ഒരു രാജ്യത്തിന്റെ യുറേനിയം സ്റ്റാറ്റസ് ലോകത്തിന് അറിയില്ല. അതിപ്പം IAEAയിൽ ഒപ്പിട്ടതും ഇല്ലാത്തതുകൊണ്ടും. പക്ഷെ ഒരു രാജ്യത്തിനെ പറ്റി ഒന്നും അറിയില്ല, ഒരു രാജ്യത്തിന് എല്ലാം അറിയാം എന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ പറ്റി ബാസിൽ പറയുകയായിരുന്നു. അല്ലല്ല, സാത്വികമായി ഇന്ത്യയുടെ കപ്പാസിറ്റി എത്രയാണ് അറിയണ്ടെന്നേ. ഇന്ത്യയുടെ കപ്പാസിറ്റി അറിയാമോ? അത് അറിയണ്ട. ഇന്ത്യയുടെ കപ്പാസിറ്റി അറിയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ഇന്ത്യയുടെ കപ്പാസിറ്റി അറിയേണ്ട കാര്യമില്ല. കാര്യം ഇന്ത്യ യുദ്ധത്തിലല്ല, അതുകൊണ്ട്. ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിൽ പോയപ്പോ ആരെങ്കിലും അറിയണമെന്ന് പറഞ്ഞോ? അല്ല, അറിയണ്ടാന്നേ. ഇവിടെ ഞാൻ പറയുന്നത് അറിയണ്ടാത്ത എന്താ വെച്ചാൽ എന്താണ് ഇറാനിൽ ഈ പറഞ്ഞ സാധനം ഉണ്ടെന്ന് ഇസ്രായേൽ അങ്ങോട്ട് ആക്രമിച്ചു. അപ്പൊ ഒരു രാജ്യത്തിന്റെ കാര്യം മൊത്തം അറിയാം, ഏകപക്ഷമേ ആക്രമിച്ചു. അങ്ങനെയല്ല, അങ്ങനെയാണെങ്കിൽ ഹാഷ്മി താങ്കൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറ്റം പറയേണ്ടി വരും. പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് ആണ്. അതുപോലെയാണ് ഇവിടെ ഒരു രാഷ്ട്രത്തിന്റെ ഇവിടെ IAEAയിൽ ഒപ്പിട്ട ഒരു രാജ്യം, അതിന്റെ ആണവ വ്യവഹാരങ്ങൾ അറിയപ്പെടുന്ന ഒരു രാജ്യവും ആ രാജ്യത്തിന്റെ മേലേക്ക്
ഉള്ള കാര്യങ്ങളൊക്കെ രഹസ്യമായി വെക്കുന്ന മറ്റൊരു രാജ്യം പോയി ആക്രമിക്കുന്നു. അതിനെ പറ്റി പറയണം. അല്ല, ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അല്ലല്ല, അതാണ് ഒരു സെക്കൻഡ്. അതുകൊണ്ടാണ് ആ വാദം ഉയരുന്നത്. അതുകൊണ്ടാണ് ആ വാദം ഉയരുന്നത്. മറ്റൊരു രാജ്യം, ഈ പരാതിപ്പെടുന്ന അല്ലല്ല സീതയെ, അതുകൊണ്ടാണ് വാദം ഉയരുന്നത്. ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പൊ ഇന്ത്യ. അങ്ങനെയുള്ള എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് ഇല്ലാന്ന് ഈ ചർച്ചയിലുള്ള ഏതെങ്കിലും ഇന്ത്യ പാകിസ്ഥാന്റെ ഇന്ത്യ പാകിസ്ഥാന്റെ യുറേനിയം കേന്ദ്രങ്ങളിലേക്ക് ആക്രമിച്ചാൽ, ഇന്ത്യ പാകിസ്ഥാന്റെ യുറേനിയം കേന്ദ്രങ്ങളിലേക്ക് ആക്രമിച്ചാൽ ലോകരാജ്യങ്ങൾ ആവശ്യം ഉന്നയിക്കും. ഇല്ലെന്ന് ശ്രീത്തിന് പറയാവോ? അയ്യോ, ഇപ്പൊ നമ്മളിവിടെ മാധ്യമങ്ങള് മാധ്യമങ്ങൾ ഇവിടെ ആഘോഷിച്ച ചടങ്ങുണ്ടായിരുന്നു. ആഘോഷം ഉണ്ടായിരുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ ആഘോഷിച്ചത് എന്താണ്? ഈ ആവശ്യം എന്തുകൊണ്ടാ ആരാ ചോദ്യം ചെയ്തത്? ഈ ആവശ്യം എന്തുകൊണ്ടാ? ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമിച്ചു. എങ്ങോട്ടേക്ക് ആക്രമിച്ചു? ഈ പറഞ്ഞ ആണവായുധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ആക്രമിച്ചു. ആണവായുധങ്ങൾ ഇല്ലെന്ന് ഗ്രോസി പറയുന്നു. ആണവായുധങ്ങൾ തുളസി കബാഡ് പറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഇസ്രായേലിന്റെ ഈ പറഞ്ഞ എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാവോ എന്ന് പറയുന്നു. അല്ല, ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ആണവായുധങ്ങളില്ല, 24 മാസത്തിൽ ആണവായുധങ്ങളുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന ഒരു ഏജൻസി പറഞ്ഞിട്ടില്ല. ബാസിൽ സമയം ഇല്ല, ശ്രീത്തിന് സമയമല്ല, ഇത് ശ്രീത്തിന് സമയമല്ല, ഇത് ബാസിൽ. ഇല്ല, ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അതിന് മറുപടി കൂടി കേൾക്കണം. ഇല്ല, ശ്രീത്തിന് സമയമല്ല, ഇത് ബാസിലിന്റെ സമയം, ഇത് ബാസിലിന്റെ സമയം. കുറച്ച് മാസങ്ങളിൽ ഇല്ല, ശ്രീത്ത് പറഞ്ഞപ്പോൾ ബാസിൽ മിണ്ടാതിരുന്ന ഞാനും മിണ്ടാതിരുന്ന ചോദ്യങ്ങളില്ല. ഇല്ല, അത് 90% ഇല്ല, ശ്രീത്ത് പറയുമ്പോൾ ശ്രീജിത്ത് പറയുമ്പോൾ ഇസ്രായേലിന് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. ഇല്ലെന്നേ ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കുന്നു. ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കുന്നു. എന്റെ പ്രകാരമല്ല, അഭിപ്രായം അതല്ല, ഇസ്രായേലിന്റെ അഭിപ്രായം അതല്ല. അത്രയുള്ള വ്യത്യാസം. ഓക്കെ, ബാസിൽ. ഓക്കെ, ഇവിടെ വംശഹത്യയൊക്കെ അനുകൂലിക്കാൻ വന്നിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കാര്യം എന്താ വെച്ചാൽ അല്ലല്ല, ശ്രീത്തെ പ്രകോപിതനാവല്ലേ, ശ്രീത്തെ പ്രകോപിതനാവല്ലേ, അടങ്ങ്. അല്ല, ശ്രീത്തെ ഇങ്ങനെ പ്രകോപിതനാവല്ലേ? താങ്കൾ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതിരുന്ന ആളല്ലേ ബാസി? ശ്രീത്തെ ഇങ്ങനെ പ്രകോപിതനാവല്ലേ? ശ്രീത്ത് പറഞ്ഞ ബാസിൽ കേട്ടോണ്ടിരുന്നല്ലേ? ബാസിലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ശ്രീത്ത് ഇങ്ങനെ ഇടപെടുന്നത്, അസഹിഷ്ണുവാകുന്നത്. ഇല്ല, ബാസിലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ശ്രീത്ത് ഇങ്ങനെ അസഹിഷ്ണുവാകുന്നത്. ബാസിലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ശ്രീത്ത് ഇങ്ങനെ അസ്വസ്ഥനാവുന്നത്. ശ്രീത്ത് അടങ്ങൂ, സമയം തരാം, ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. എന്തിനാണ് നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നത്? സപ്പോർട്ട് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഷ്മി ഞാൻ ഇടപെടും. എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്? ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ശ്രീത്തെ അസ്വസ്ഥപ്പെടല്ലേ, ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അസ്വസ്ഥപ്പെടല്ലേ, ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അതായത് ഇടപെട്ട് സംസാരിക്കുന്നത് ബാസിലിനെ കൊണ്ട് മിണ്ടാൻ അനുവദിക്കാത്തത് ശ്രീയത്തിന്റെ മറുപടി ഇല്ലായ്മയാണ്, ശ്രീയത്തിന്റെ ദുർബലതയാണ്, ശ്രീയത്തിന്റെ ദുർബലതയാണ്. അല്ല, ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ശ്രീയത്തിന്റെ ദുർബലതയാണ്, ശ്രീയത്തിന്റെ മറുപടി ഇല്ലായ്മയാണ്, ദുർബലതയാണ്. ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അല്ലല്ല, ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അല്ല, ശ്രീത്തെ ഇങ്ങനെ ഇടപെടല്ലേ, നാണക്കേടാണ്, മോശമാണേ. അല്ല, ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കും. എല്ലാവരും ഇടപെടലാണ്. അതായത് ബാസിന്റെ മറുപടി ഇല്ലായ്മയിൽ ലാസ്റ്റ് ചർച്ച അലമ്പാക്കി മറുപടി ഇല്ലായ്മ ഉണ്ടാക്കലാണ് ശ്രീത്തിന്റെ ലക്ഷ്യം. അത് ദുർബലതയാണ്, അത് ശ്രീത്തിന്റെ മറുപടി ഇല്ലായ്മയാണ്. ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കും. അത് ശ്രീത്തിന്റെ മറുപടി ഇല്ലായ്മ. ശ്രീത്ത് അടങ്ങും. ഇല്ല, ഇവിടെ ശ്രീത്ത് പറഞ്ഞത് ഇവിടെ ശ്രീജിത്ത് പറഞ്ഞത് ബാസിൽ കേട്ടോണ്ടിരിക്കുക. ശ്രീത്ത് എല്ലാരും കേട്ടോണ്ടിരിക്കുക, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, ശ്രീത്തെ ഇവിടെ ശ്രീത്ത് പറഞ്ഞത് ബാസിൽ കേട്ടോണ്ടിരിക്കുക, ഞാനും കേട്ടോണ്ടിരിക്കുക. അതിന് മറുപടി ഇല്ലാത്തോണ്ടല്ല, ഇടപെടണമെന്ന് വിചാരിച്ചിട്ടാ. വംശഹത്യയെ ന്യായീകരിക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തടയാൻ നിങ്ങൾക്ക് കഴിവില്ല എങ്കിൽ നിങ്ങളെ പണിക്ക് കൊള്ളില്ല. ഇത് വാല് മുറിച്ചിട്ട് ശകലം കൊടുക്കുക, ഇത് പല്ലി വാല് മുറിക്കുന്ന പോലെ ശ്രീത്ത് ചെയ്യുന്ന പരിപാടി. ബാസ് പറഞ്ഞു പൂർത്തിയാക്കും. അല്ല, ബാസ് പറഞ്ഞു പൂർത്തിയാക്കും. അല്ല, ബാസ് പറഞ്ഞു പൂർത്തിയാക്കും. അലമ്പാണെങ്കിൽ ശ്രീത്തിന് മ്യൂട്ടേണ്ടി വരും. അലമ്പാക്കരുത്, നമ്മുടെ അവസാനം പറയാം. അലമ്പാക്കരുത്. ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കും. ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ശ്രീത്തെ ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. മറുപടി ഇല്ലായ്മയിൽ അസ്വസ്ഥമാവുക ശ്രീത്ത്. മറുപടി ഇല്ലായ്മയിൽ ശ്രീത്ത് അസ്വസ്ഥമാവുക. ബാസിത്തെ ചിരിച്ചോണ്ടിരിക്കുക. അതായത് ശ്രീജിത്തിന്റെ ഈ വിഷയത്തിലെ ദുർബലത പ്രകടമാക്കാൻ ശ്രീത്തിന് ഇടപെട്ടുകൊണ്ട് ശ്രീത്തിന്റെ മറുപടി ഇല്ലായ്മയിൽ ദുർബലത ഇടപെട്ടുകൊണ്ടിരിക്കുക. രോഷപ്പെടുക ഒരു കാര്യമില്ല. ബാസിത്തെ പറഞ്ഞു പൂർത്തിയാക്കും. ഒരു മര്യാദ പറഞ്ഞിട്ടില്ല. ശ്രീത്തിന്റെ വാദങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാണുമ്പോൾ കാണുന്ന അസ്വസ്ഥതയാണ് ഈ കാണുന്നത്.
ശ്രീജിത്തിന്റെ വാദങ്ങൾ പൊളിയുമ്പോൾ കാണുന്ന അസ്വസ്ഥതയാണ് ഈ കാണുന്നത്. അങ്ങൊന്നും മിണ്ടാതിരിക്കൂ, അങ്ങൊന്നും മിണ്ടാതിരിക്കൂ ശ്രീത്തെ, അങ്ങൊന്നും മിണ്ടാതിരിക്കൂ ശ്രീത്തെ, അങ്ങൊന്നും മിണ്ടാതിരിക്കൂ ശ്രീത്തെ, അങ്ങൊന്നും മിണ്ടാതിരിക്കൂ ശ്രീത്തെ. കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്, കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നത് കൊണ്ടാണ് നിങ്ങൾ അങ്ങ് രോഷപ്പെടാതിരിക്കൂ, അങ്ങ് ബിപി കൂട്ടാതിരിക്കൂ. ബാസിത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ, ബാസിത് പറഞ്ഞു പൂർത്തിയാക്കും, ബാസിത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ശ്രീത്തെ ബാസിത്ത് പറയട്ടെ, ബാസിത്തിനെ പറയാൻ സമ്മതിക്കില്ല ശ്രീത്ത്. കാരണം എന്താണ്? ബാസിത്തിന്റെ ചോദ്യം മറുപടിയില്ല, ബാസിത്തിന്റെ ചോദ്യം ശ്രീത്തിന് മറുപടിയില്ല, അത് തന്നെ പറയാൻ അനുവദിക്കില്ല. കൊള്ളില്ല, അതുകൊണ്ട് ഞാൻ ഇടപെടും. ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ, ബാസ് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഓക്കെ, വംശഹത്യ ന്യായീകരിക്കുന്നില്ല, 60,000 ആളുകളെ കൊന്ന ഇസ്രായേലിനെ ന്യായീകരിക്കുന്ന ആൾ. ഞാനത് പറയുന്നില്ലാന്നേ, അല്ല കാര്യം വ്യക്തമാവുന്നുണ്ട്. ഇങ്ങനെ ചർച്ചയിൽ ഇടപെട്ട് കുളമാക്കുന്ന ആൾക്കാർ പ്രശ്നമാണെന്നറിയോ? ചോദ്യത്തിന് മറുപടിയില്ല, അത് തന്നെയാണ് കാരണം. ഓക്കെ, എന്റെ സമയം ശ്രമിക്കണം. ഏത് ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയാതെ? പിന്നെ ശ്രീജിത്ത് രോഷപ്പെടുന്നത് എന്തിനാ? ശ്രീജിത്ത് രോഷത്തിൽ ഇടപെടുന്ന എന്തിനാ? അതായത് ബാസിത്ത് പറയുന്ന ചോദ്യത്തിന് മറുപടിയില്ല, ആ മറുപടി ഇല്ലായ്മയിൽ ചോദ്യങ്ങൾ അമർത്താൻ വേണ്ടി പറയുന്നതാണ് ശ്രീജിത്ത്. ഇത് മോശമാണ് ശ്രീജിത്ത്. പോട്ടെ, എന്റെ സമയം കഴിഞ്ഞു. എൻകൗണ്ടർ പൂർണ്ണമാണ്. അല്പം മുമ്പ് 24 ന്യൂസിലുള്ള ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ ഉള്ള മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളായിരുന്നു പ്രധാനപ്പെട്ട വിഷയം. അതിൽ അവസാനം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഗ്വാദത്തിലാണ് അത് അവസാനിച്ചത്. വാഗ്വാദമൊന്നുമില്ല, ഞാൻ ഒരു പദം പറഞ്ഞതിന്റെ പേരിൽ സഹപാനലിസ്റ്റ് ആയിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ കുറച്ചൊരു പ്രശ്നം ഉണ്ടാക്കുകയും അങ്ങനെ വാദം പൂർത്തിയാക്കാൻ സാധിക്കാതെ അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യം, ഇസ്രായേലിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീജിത്ത് പണിക്കർ. അപ്പൊ ഞാൻ പറഞ്ഞു വംശഹത്യയെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീജിത്ത് പണിക്കർ എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് പിടിക്കാതിരുന്നത്. അതായത് വംശഹത്യയെ ന്യായീകരിക്കുന്ന പണിക്കർ എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഇടപെട്ട് പിന്നെ അങ്ങോട്ട് സംസാരിക്കാനേ സമ്മതിച്ചില്ല, കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ സംഭവിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്രായേലിനെ ന്യായീകരിക്കുന്നുണ്ട്. ഇസ്രായേൽ ഗസയിലടക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തികളെയും ന്യായീകരിച്ച് അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അതിനുവേണ്ടി സംവാദം നടത്താനും അതിനുവേണ്ടി വീഡിയോകൾ ഇറക്കാനൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി, ഇസ്രായേലിനെ ന്യായീകരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റൂല, വംശഹത്യയെ ന്യായീകരിക്കുന്ന പണിക്കർ എന്ന് വിളിക്കാൻ പറ്റൂല എന്നുള്ളതാണ് അദ്ദേഹം ഒച്ചപ്പാടാക്കാനുള്ള കാരണം. ഇതിൽ ഞാൻ ബോധപൂർവം തന്നെയാണ് വംശഹത്യയെ ന്യായീകരിക്കുന്ന പണിക്കർ എന്ന് വിളിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കുറച്ചൊരു ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ഇസ്തിരി ഇട്ടുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന എന്താ, 60,000-ഓളം ആളുകളെ കൊന്നിട്ടുള്ള, വംശഹത്യ നടത്തിയിട്ടുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത രൂപത്തിൽ എല്ലാ ഇന്റർനാഷണൽ ലോകളെയും വയലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ലൈവായിട്ട് ഇവിടെ ഒരു വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റെജീമിനെ ന്യായീകരിക്കുക, അവരുടെ പ്രവർത്തികൾ ന്യായീകരിക്കുക, അതിനുവേണ്ടി വാഗ്വാദങ്ങൾ നടത്തുക, അതിനുവേണ്ടി സംവാദങ്ങൾ നടത്തുക, ഇതൊക്കെ ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, വംശഹത്യ ന്യായീകരിക്കുന്ന പണിക്കർ എന്ന് വിളിക്കാൻ പാടില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ വളരെ രസകരമായിട്ടുള്ള ഒരു വാദം. ഏതുപോലെ ഇപ്പം ഒരാൾ ഹിറ്റ്ലറിനെ ഭയങ്കരമായി ന്യായീകരിക്കുകയാണ്. ഹിറ്റ്ലറിനെ ഇങ്ങനെ ന്യായീകരിക്കുന്നത്, അപ്പൊ അയാൾ പറയുന്നത് ആ ഹിറ്റ്ലറിന്റെ ജൂത കൂട്ടക്കൊലയെ ന്യായീകരിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അത് പറയാൻ പാടില്ല. ഹിറ്റ്ലറിനെ ന്യായീകരിക്കുന്നുണ്ട്, പക്ഷെ കൂട്ടക്കൊലയെ ന്യായീകരിക്കുന്ന ആൾ, ജൂത വംശഹത്യയെ ന്യായീകരിക്കുന്ന ആൾ എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇസ്രായേലിനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഇസ്തിരിയിട്ട് പറഞ്ഞാലും എത്ര വടിവൊത്ത ഭാഷയിൽ പറഞ്ഞാലും നിങ്ങൾ ചെയ്യുന്നത് വംശഹത്യക്കുള്ള ന്യായീകരണമാണ്. ഇനി അത് വംശഹത്യ അല്ല എന്നാണോ എങ്കിൽ നമുക്ക് നോക്കാം. യുഎന്നിന്റെ തന്നെ യുണൈറ്റഡ് നാഷൻസിന്റെ കൺവെൻഷൻ ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ആൻഡ് പണിഷ്മെന്റ് ഓഫ് ക്രൈം ഓഫ് ജനോസൈഡ്, അതിൽ എന്താണ് ജനോസൈഡിനുള്ള അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്, എനി ഓഫ് ദ ഫോളോയിങ് ആക്ട് കമ്മിറ്റഡ് ബൈ ഇന്റന്റ് ടു ഡിസ്ട്രോയ് ഇൻ ഹോൾ ഓർ ഇൻ പാർട്ട് എ നാഷണൽ, എത്നിക്കൽ, റേഷ്യൽ ഓർ റിലീജിയസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ വിശദീകരിച്ചിട്ടുള്ളത് തന്നെ. അപ്പോ ഇങ്ങനെ, അതായത് ഇസ്രായേൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ, ഗസയിലുള്ളവരെ വംശഹത്യ ചെയ്തുകൊണ്ട് 60,000 ആളുകളെയാണ് ഈ ചെറിയ സമയം കൊണ്ട്, 1.5 വർഷം കൊണ്ട് 60,000 ആളുകളെ ഈ രൂപത്തിൽ, ഈ ഡെഫിനിഷനിൽ പറഞ്ഞ അതേ രൂപത്തിൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആരോപിക്കുക മാത്രമല്ല, അവർ ഈ ഒരു ഗസയിലേക്കുള്ള അധിനിവേശം തുടങ്ങുന്ന സമയത്ത് തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ബൈബിളിൽ പറഞ്ഞ അമേരിക്കരെ ഇല്ലാതാക്കിയതുപോലെ, അതായത് ജീവനുള്ള എല്ലാത്തിനെയും, അവിടെയുള്ള കന്നുകാലികളെ അടക്കം എല്ലാത്തിനെയും ഇല്ലാതാക്കി എന്ന് പറയുന്ന ബൈബിളിലുള്ള കഥ, അമേരിക്കരെ ഇല്ലാതാക്കിയ അതേ സംഭവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് പ്രഖ്യാപിച്ചിട്ടാണ്, അതായത് വംശഹത്യ നടത്താൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇതിനെ ഇറങ്ങിയിട്ടുള്ളത്.
You must remember what Amalek has done to you, says our Holy Bible. And we do remember, and we are fighting. Our brave troops and combatants who are now in Gaza or around Gaza and in all other regions in Israel are joining this chain of Jewish heroes, a chain that has started 3,000 years ago. അപ്പം ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണ്. അതേപോലെ തന്നെ അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു പാർക്കിംഗ് ലോട്ടാക്കുന്നതാണ്. ഗസയെ ഒരു പാർക്കിംഗ് ലോട്ടാക്കും എന്ന് വെച്ചാൽ അത്രയും അതിനെ ഇല്ലാതാക്കി കളയും, വംശഹത്യ നടത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇതിന് ഇറങ്ങിയിട്ടുള്ളത്. ഭീകരരാഷ്ട്രത്തിന് സംശയമില്ല അവർ ചെയ്യുന്നത് വംശഹത്യയാണെന്നുള്ളത്. പക്ഷേ അതിനെ ന്യായീകരിക്കുമ്പോൾ നിങ്ങൾ വംശഹത്യ ന്യായീകരിക്കുന്നു എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ് വളരെ രസകരമായിട്ടുള്ള വാദം എന്ന് പറയുന്നത്. പക്ഷെ അത് നടക്കൂല. കാരണം നിങ്ങൾ വംശഹത്യ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ വളരെ അഭിമാനപൂർവ്വം വംശഹത്യ ന്യായീകരിക്കുന്ന പണിക്കർ എന്നുള്ള ആ ഒരു ടാഗ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, അത് വെക്കാൻ തയ്യാറായിക്കൊണ്ട് വേണം അതിന് ചെയ്യാൻ. ഇങ്ങനെയുള്ള ഇത്രയും വൃത്തികെട്ട കാര്യങ്ങളെ ന്യായീകരിക്കാൻ ഇറങ്ങുമ്പോൾ അതിനുള്ള അത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ സഹിക്കാൻ കൂടി തയ്യാറാവണം എന്നുള്ളതാണ്. കാരണം എന്നെയും നിങ്ങളെയും പോലെയുള്ള ജീവനുള്ള അതുപോലെ തന്നെ രക്തവും മാംസവുമുള്ള വേദന അറിയുന്ന 60,000 ആളുകളെയാണ്. ആയിക്കോട്ടെ, നിങ്ങളുടെയൊക്കെ വാദപ്രകാരം ഒരു 10,000 20,000 ഹമാസുകാരുണ്ടായിക്കോട്ടെ, ആ ഹമാസുകാരെ മാറ്റുക. ബാക്കി 40,000 ആളുകൾ, അതിൽ തന്നെ 25,000 ചെറിയ കുട്ടികൾ, അവരെ കൊന്നൊടുക്കിയ ആ കാര്യത്തെ ന്യായീകരിക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് വംശഹത്യയെ ന്യായീകരിക്കുന്നവർ എന്ന ടാഗോടുകൂടി തന്നെയായിരിക്കും ഇനി അങ്ങോട്ടും അത്തരത്തിൽ തന്നെയായിരിക്കും വിശേഷിപ്പിക്കുക എന്നുള്ളതാണ് പറയാം. അതിൽ വല്ലാതെ പ്രൊവോക്കേറ്റഡ് ആയിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. പിന്നെ അതിൽ അവസാനം ഞാൻ പറയാൻ അദ്ദേഹം സമ്മതിക്കാതിരുന്ന കുറച്ച് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, അയാൾ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇറാൻ ഭയങ്കര പ്രശ്നം ചെയ്തു. ഞാൻ പറഞ്ഞു ഇറാൻ ചെയ്ത എല്ലാ കാര്യങ്ങളെയും ന്യായീകരിക്കാനല്ല നമ്മൾ വന്നിട്ടുള്ളത്. പക്ഷെ ഇറാൻ ചെയ്ത പ്രധാന പ്രശ്നം എന്താ, അത് ആണവ ബോംബ് ഉണ്ടാക്കുന്ന രൂപത്തിൽ, ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് അത് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ തിരിച്ചു ചോദിക്കുക, അപ്പൊ ഇസ്രായേലോ? അപ്പൊ അയാൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇറാൻ എന്ത് ചെയ്തിട്ടുണ്ട്, NPT സൈൻ ചെയ്തിട്ടുണ്ട്. ഇറാൻ NPT സൈൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ഇസ്രായേൽ എന്ത് ചെയ്തിട്ടില്ല, സൈൻ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഇറാൻ ഇൻസ്പെക്ഷൻസിനെ അലോ ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ പൂർണ്ണമായ ഫുൾ സ്കോപ്പ് ഇൻസ്പെക്ഷനെ ഇസ്രായേൽ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അത് അലോ ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്, ഇറാൻ ചെയ്ത പ്രശ്നം എന്താ, അപ്പോ സൈൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് പിന്മാറിയ പോരെ. ഇസ്രായേൽ ഇവിടെ വളരെ ദുരൂഹമായിക്കൊണ്ട് അവർക്ക് ആണവ ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും അറിയുന്ന ഒരു പരസ്യമായ ഒരു രഹസ്യം പോലുള്ള ഒരു കാര്യമാണ്. അപ്പം അവർക്കത് ചെയ്യാം. അവരത് സൈൻ ചെയ്യുക പോലും ചെയ്യാതെ അവരത് ചെയ്യുകയും ചെയ്യും. എന്നാൽ മറ്റവൻ അത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി ആക്രമിക്കുകയും ചെയ്യും. ഇതാണ് ഇവിടെയുള്ള ഇരട്ടത്താപ്പ് എന്നുള്ളതാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിനെ ന്യായീകരിക്കും. എന്നിട്ടപ്പോ നമ്മൾ ചോദിച്ചു, ഇന്ത്യ NPT സൈൻ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ അതിനെയൊന്നും ഗൗനിക്കാതെ തന്നെ ഇന്ത്യ ആണവ ബോംബുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ അതിനെ പിന്നെ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ IAEA മെമ്പർ ആണെന്നുള്ളതാണ്. അവിടെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, IAEA എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്രായേൽ സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ IAEA ഫുൾ കോംപ്രിഹെൻസീവ് സേഫ് ഗാർഡ് അഗ്രിമെന്റ് എന്ത് ചെയ്തിട്ടില്ല, ഇസ്രായേൽ സൈൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഫുൾ സ്കോപ്പ് IAEA ഇൻസ്പെക്ഷൻസിനെ ഇസ്രായേൽ അലൗ ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഈ രൂപത്തിൽ ചെയ്യാത്ത ഇസ്രായേലാണ് ഇറാനെ പോയിട്ട് ആക്രമിക്കുന്നത്. അതിൽ ഇരട്ടത്താപ്പാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. അത് ഇരട്ടത്താപ്പ് പുറത്താവുമെന്ന് മനസ്സിലായപ്പോഴാണ് വെറുതെ കയറി ഇടപെട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയ കാര്യം, ഇസ്രായേൽ അങ്ങനെ ദുരൂഹമായിട്ട് ബോംബുകളും അതുപോലെ തന്നെ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഇറാൻ അത് പറ്റൂല. കാരണം എന്താ, ഇറാന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രായേലിന് ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ട്, വളരെ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ട് എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞത്. എനിക്ക് എന്താ പറയാ, ചിരിയാണ് വന്നുപോയത്. അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നുപോയത്. കാരണം എന്താ വെച്ചാൽ, എന്താണ് ഇസ്രായേലിന്റെ ട്രാക്ക് റെക്കോർഡ് ഒന്നും വേണ്ട. ഇപ്പോഴുള്ള റിയാലിറ്റി എന്താ, ഒരേ സമയത്ത് ലെബനോൻ, സിറിയ, അതുപോലെ തന്നെ ഗസ, വെസ്റ്റ് ബാങ്ക്, ഇവിടെ എല്ലായിടത്തും കയ്യേറ്റം നടത്തുകയും എല്ലാവരുടെയും ഇന്റർനാഷണൽ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, ഒരു ഇന്റർനാഷണൽ ലോയും അബൈഡ് ചെയ്യാത്ത ഒരു രാജ്യത്തെയാണ് ഭയങ്കര ട്രാക്ക് റെക്കോർഡ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയും. തീർച്ചയായും ഇറാനും എന്ത് ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പ്രോക്സികൾ വഴി പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനോട് നമുക്ക് വിയോജിപ്പ് തന്നെയാണ്. പക്ഷേ അത് പറയാൻ ഇസ്രായേലിന് ഒരു ന്യായമില്ല. ഇസ്രായേൽ ഒന്നാമത് ഈ പറഞ്ഞ കരാർ പോലും ഒപ്പിടാതെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദുരൂഹമായി ചെയ്ത രാജ്യമാണ്. അതിനപ്പുറത്തേക്ക് ഇസ്രായേലിന്റെ ട്രാക്ക് റെക്കോർഡ് നമ്മൾ ചർച്ചയിൽ തന്നെ പറഞ്ഞു. ഇസ്രായേലിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താ, ഒരു ഇന്റർനാഷണൽ ലോയും അനുസരിക്കില്ല. അതേപോലെ തന്നെ 32 UN റെസൊല്യൂഷൻസിനെയാണ് ഇസ്രായേൽ എന്ത് ചെയ്തിട്ടുള്ളത്, കാറ്റിൽ പറത്തിയിട്ടുള്ളത്. 968
968 സീസ് ഫയർ അഗ്രിമെന്റുകളാണ് തെറ്റിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അടക്കം ഇത്തരത്തിലുള്ള അവർക്കെതിരെ, ഈ ഇസ്രായേലിന്റെ നേതാക്കന്മാർക്കെതിരെ പിന്നെ ഈ അറസ്റ്റ് വാറണ്ട് അടക്കം പുറപ്പെടുവിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇസ്രായേലിന്റെ അവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ള ട്രാക്ക് റെക്കോർഡുകൾ ഇസ്രായേലിനെ കുറിച്ചാണ് അദ്ദേഹം എന്ത് പറയുന്നത്? ഭയങ്കര നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ട്, ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉണ്ട്, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ പറയുന്നത്. ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഇല്ല. അവിടെയുള്ള, ഞാൻ ചർച്ചയിൽ പറഞ്ഞു, പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഒരു തെമ്മാടി രാഷ്ട്രം, ഇതാണ് ഇസ്രായേൽ. അതിനെ ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് വളരെ ക്ലിയർ ആണ്. ആ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയോടുള്ള മാനസികമായ ആ ഒരു പ്രതിബദ്ധത കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അതിനുവേണ്ടിയൊക്കെ ന്യായീകരിക്കാൻ വരുന്നത്. അല്ലാതെ ആരെങ്കിലും ഇതിനെ ന്യായീകരിക്കോ? ഇവിടെ ഞാൻ പറയാൻ വിചാരിച്ച കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത് ഈ ഇരട്ടത്താപ്പുകളുടെ പെരുമഴയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലായിടത്തും കാണുന്ന ഈ NPT സൈനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം. രണ്ടാമത്തത് ഈ ഇടയ്ക്ക് തന്നെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഇറാൻ സീസ് ഫയർ ലംഘിച്ചു. ഇസ്രായേലോ, ഞാൻ നേരത്തെ പറഞ്ഞു, 968 സീസ് ഫയർ ലംഘനങ്ങളാണ് ഇസ്രായേൽ നടത്തിയിട്ടുള്ളത്. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു രാജ്യത്തെ ന്യായീകരിക്കാൻ വരിക, എന്നിട്ട് അവിടെ നടത്തുന്ന കൂട്ടക്കൊലയെ ന്യായീകരിക്കാൻ വരും. എന്നിട്ട് എന്ത് പറയാൻ പാടില്ല? വംശഹത്യയെ ന്യായീകരിക്കുന്ന പണിക്കർ എന്ന് വിളിക്കാൻ പാടില്ല. മാത്രമല്ല, ഈ ഇടയ്ക്ക് കുറച്ചു മുമ്പ് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇറാൻ എന്ത് ചെയ്തു? ഇസ്രായേലിലുള്ള ഒരു ആശുപത്രി ആക്രമിച്ചു എന്നുള്ളതാണ് വലിയ പ്രശ്നം. നമ്മൾ ആലോചിച്ച് നോക്കുക, ലെബനോനിൽ മാത്രം 40 ആശുപത്രികളാണ് ഇസ്രായേൽ ആക്രമിച്ച് തകർത്ത് കളഞ്ഞത്. അതിൽ 178 ഹെൽത്ത് വർക്കേഴ്സ് അവിടെ മരണപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ഗസയിൽ മാത്രം ഈ കഴിഞ്ഞ സമയത്ത് മാത്രം 36 ആശുപത്രികളാണ് ഇസ്രായേൽ ആക്രമിച്ചില്ലാതാക്കിയിട്ടുള്ളത്. ആയിരക്കണക്കിന് ഹെൽത്ത് വർക്കേഴ്സും ഡോക്ടേഴ്സും രോഗികളുമായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഈ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് മാത്രം ഇറാനിൽ 3 ആശുപത്രികളാണ് ഇസ്രായേൽ തകർത്തിട്ടുള്ളത്. ഇസ്രായേലിന് ഇതൊക്കെ ആവാം. ഇസ്രായേലിന് സൈൻ ചെയ്യണ്ട, ഇസ്രായേലിന് ആണവ ആയുധങ്ങൾ ഉണ്ടാക്കാം, ഇസ്രായേലിന് ആശുപത്രികൾ തകർക്കാം, ഇസ്രായേലിന് കുട്ടികളെ കൊല്ലാം, ഇസ്രായേലിന് സിവിലിയൻസിനെ കൊല്ലാം, ഇസ്രായേലിന് വംശഹത്യ നടത്താം. പക്ഷെ എന്ത് ചെയ്യരുത്? മറ്റൊരു രാജ്യം അത് ചെയ്ത ഭയങ്കര പ്രശ്നമാണ്. തീർച്ചയായും ഇറാനോട് നമുക്ക് അതിൻ്റെതായ വിയോജിപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറാൻ നടത്തുന്ന പ്രോക്സി വാറുകൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷെ ഇത് പറയാനോ ഇത് ന്യായമാക്കിക്കൊണ്ട് ഒരു യുദ്ധം നടത്താനോ ഇസ്രായേലിന് എന്ത് മോറലായ എന്ത് ബാധ്യതയാണ്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു അർഹതയാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ അവിടെ ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ സ്വാഭാവികമായിട്ട് അവർക്ക് ഇത് അടങ്ങേറാവുന്ന മനസ്സിലായത് കൊണ്ടായിരിക്കാം അതിലിടയിൽ കയറി ഇടപെടുകയും ഒരുപാട് ഒച്ചപ്പാടാക്കുകയും ചെയ്ത്. നമ്മൾ വളരെ കൃത്യമായി ചോദിച്ചു, ആയിക്കോട്ടെ, നിങ്ങൾ വംശഹത്യയെ ന്യായീകരിക്കുന്ന പണിക്കർ എന്ന് പറയുന്നില്ല. 60,000 കുട്ടികളെ, അല്ലെങ്കിൽ 60,000 ആളുകളെ, അതിൽ തന്നെ 25,000 കുട്ടികളെ കൊന്നതിനെ, ആ ഒരു റെജീമിനെ ന്യായീകരിക്കുന്ന, ആ ഇസ്രായേലിനെ ന്യായീകരിക്കുന്ന പണിക്കർ, അങ്ങനെ പറഞ്ഞാലും മതിയല്ലോ അല്ലെ? 60,000 ആളുകളെ കൊന്നതിനെ ന്യായീകരിക്കുന്ന പണിക്കർ, അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. ഏതായാലും സംഭവം ഇത്രേ ഉള്ളൂ. ഇത്രയും വൃത്തികെട്ട മാനവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ ന്യായീകരിക്കുകയും വേണം, എന്നാൽ ഇങ്ങനൊന്നും വിളിക്കാനും പാടില്ല. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഞാൻ സംഘീയല്ല പക്ഷേ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. എല്ലാ സംഘിത്തരങ്ങളെയും ന്യായീകരിക്കും, എല്ലാ ഇത്തരത്തിലുള്ള കലാപങ്ങളെയും, അതുപോലെ തന്നെ ഇവിടെയുള്ള വലതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നാറിയ പ്രവർത്തനങ്ങളെയും ന്യായീകരിക്കും. പക്ഷേ എനിക്ക് എന്ത് ചെയ്യണം? ഇസ്തിരിയിട്ട് വടിവത്ത ഭാഷയിൽ ഇങ്ങനെ സംസാരിക്കണം. ആ പരിപാടി നടക്കൂല. നിങ്ങൾ ചെയ്യുന്നത് നാറിത്തരമാണെങ്കിൽ, നിങ്ങൾ ചെയ്യുന്നത് വൃത്തികേടിനെ ന്യായീകരിക്കലാണെങ്കിൽ അത് അതിന്റെ ബാധ്യത നിങ്ങൾക്കുണ്ട്. അത് വംശത്തെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ വംശത്തെ ന്യായീകരിക്കുന്ന പണിക്കർ എന്ന് തന്നെ ആളുകൾ വിശേഷിപ്പിക്കും. അതിപ്പോ ഒരു ചാനൽ ചർച്ചയിൽ ഒച്ചപ്പാടാക്കിയത് കൊണ്ടൊന്നും അത് ഇല്ലാതാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് വളരെ വിനീതമായി കൊണ്ട് പറയാനുള്ളത്. അപ്പോ ഇതാണ് ഇത്തരത്തിലുള്ള ആളുകൾ നമുക്ക് ചുറ്റിലും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ബോധ്യമാകുന്നത്. പക്ഷെ ഈ ഒരു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് അതൊക്കെ മാറി വരും എന്ന് തന്നെയുള്ളൊരു പ്രതീക്ഷ തീർച്ചയായും മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാകും. ഇത്തരത്തിലുള്ള വംശഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പരാജയപ്പെടുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അത്തരത്തിൽ തന്നെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അദ്ദേഹം എന്തായാലും അതിനുള്ള നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിൽ ഇടപെടും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അതിൽ ഇടപെട്ടു. അത് ഒന്ന് കൂട്ടിച്ചേർത്തു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.